കീരേലി മലയിലെ 2 പേരെ 20 പേരെയോളമാണ് ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അവിടെ വലിയ പ്രതിസന്ധിയാണ് ആ മേഖലയിലുള്ള ജനങ്ങൾ നേരിടുന്നത്. കൊച്ചിയിലും കഴിഞ്ഞ ദിവസം നഗരമേഖലയിലെ വെള്ളക്കെട്ടിന് പുറമെ മറ്റു ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ കാറ്റും മഴയും വലിയ നാശനഷ്ടങ്ങളും ഇടയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് നിരവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. വെള്ളക്കെട്ടും പല ഇടങ്ങളിലും തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. പനമ്പള്ളി നഗർ, ആലുവ, കലൂർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കാന ശുചീകരണം സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴയാണ്. മഴ ഇടയ്ക്ക് ശമിക്കുമ്പോൾ വെള്ളക്കെട്ടിന് കുറച്ച് ആശ്വാസമുണ്ടാകുമെങ്കിലും മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. വെള്ളക്കെട്ട് പൂർവാധികം ശക്തിയായി തിരിച്ചു വരികയും ചെയ്യുന്നു. എറണാകുളം ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമേ ഇതുവരെ തുറന്നിട്ടുള്ളൂ എന്ന് ഒരു ക്യാമ്പാണ് തുറന്നിട്ടുള്ളത്. ഇതിൽ കാക്കനാട് കിരേലി മലയിലെ മലയിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് 10ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കാക്കനാടുള്ള ദുരിതാശ്വാസ ക്യാമ്പാണ്. ഇവിടേക്ക് ഏതാണ്ട് 20ലധികം പേരാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി കിരേലി മല നിവാസികൾ നേരിടുന്ന ഒരു വലിയ വിഷയങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് മഴ കനക്കുമ്പോൾ അല്ലാത്ത സാഹചര്യത്തിൽ ന്യൂനമർദ്ദങ്ങൾ അല്ലാതെയും മഴ ശക്തി പ്രാപിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിൽ വളരെ ശക്തമായ ഭീഷണി അവർക്ക് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സാധനങ്ങളുമായി അവരോട് മാറാൻ നിർദ്ദേശം നൽകും. തുടർന്ന് ഇതുപോലുള്ള ക്യാമ്പുകളിലേക്കാണ് അവർ സജ്ജീകരിക്കുക. ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ വളരെ പെട്ടെന്ന് സജ്ജമാക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് ശാശ്വതമായൊരു പുനരധിവാസ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ എപ്പോഴാണ് ഇവിടേക്ക് എത്തിയത്? ഇന്നലെ വൈകിട്ട്. അവിടുന്ന് ഏതാണ്ട് മുഴുവനായും പേരെയും മാറിയോ അവർ? ഞങ്ങൾ ബാക്കിയുള്ള 2 പേര് ബന്ധുക്കളുടെ വീട്ടിലോട്ടാണ് പോയേക്കണം. ബാക്കി എല്ലാവരും ക്യാമ്പിലോട്ട് പോകും. എന്തെങ്കിലും അസൗകര്യങ്ങൾ ഇന്നലെ വന്നപ്പോൾ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്നത്തേക്ക് മഴ കുറയുന്നതനുസരിച്ച് തിരിച്ചു പോകാമെന്നാണോ എപ്പോഴും? അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. മഴ കുറയുമ്പോൾ ഇവരെ തിരിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് എല്ലായ്പ്പോഴും ഉള്ളത്. നിലവിൽ ഇന്നലെ വൈകുന്നേരം ഇവിടേക്ക് എത്തുമ്പോഴുള്ളൊരു അടിസ്ഥാന പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ചേച്ചി ഇന്നലെയാണോ എത്തിയത് ക്യാമ്പിലേക്ക്? അതെ, ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊരു 6 മണിയായപ്പോൾ എത്തി. പിന്നെ ഞങ്ങൾ ഈ വർഷങ്ങളോളം 10-22 വർഷമായി ഞങ്ങൾ ഈ ക്യാമ്പിലേക്ക് വരും പോക്കൊക്കെ നടന്നു. ഞങ്ങളുടെ കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ പൊയ്ച്ചറ കുളത്തിൽ കാക്കനാട് തന്നെ പൊയ്ച്ചറ കുളത്തിൻ്റെ അടുത്ത് 3 സെൻറ്റ് സ്ഥലം കിട്ടി. ഞങ്ങൾക്ക് പട്ടയം കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് വീട് പണി ഞങ്ങൾക്ക് ഒന്നും ആയിട്ടില്ല. അത് കാരണം ഞങ്ങൾ ആടെ കർഷകരും സങ്കടത്തിലും കിടക്കുന്ന ആൾക്കാരാണ്. ഈ മഴക്കാലം വരുമ്പോൾ ഞങ്ങൾ മാറ്റും. പിന്നെ ഒരു വെയിൽ കാണുമ്പോൾ തിരിച്ചു പോകും. ഇത് തന്നെ ഞങ്ങൾ 10-22 വർഷമായിട്ട് ഞങ്ങൾക്ക് എനിക്കൊന്നും അനുഭവമില്ല. അപ്പോൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നാൽ 1000 നന്ദി ഞങ്ങൾക്ക് സാറന്മാരോട്. കാര്യങ്ങൾ വന്നെന്ന് വെച്ചാൽ ഭക്ഷണത്തിനൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ കിടക്കണ ഒരു സുരക്ഷിതമല്ല. അതിന് ബാത്റൂമിൽ പോകാനൊട്ട് ഒരു സൗകര്യമില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മഴക്കാലം വരുമ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ മഴക്കാലം തീരുന്ന വരെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ സുരക്ഷിതമായി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരം എന്ന് ഞങ്ങൾ സാറന്മാരോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് ചില അസൗകര്യങ്ങളും പരിമിതികളും എല്ലാം തന്നെ ആ ക്യാമ്പുകളിൽ നേരിട്ടിട്ടുണ്ട്. അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അവർക്കുള്ളൊരു പുനരധിവാസ പദ്ധതി അടക്കം തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുക എന്നത് തന്നെയാണ്. ഇവിടുത്തെ ഓരോ ക്ലാസ് മുറിയും ഇങ്ങനെ ഓരോ